യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ പേര് കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ദൈവപുത്രനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ യഥാർത്ഥ പേര് അതല്ലെന്ന് ശാസ്ത്രജ്ഞർ. ജീസസിൻ്റെ മാതൃഭാഷയായ അരാമിക്കിലെ ഒരു പേരായിരിക്കാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൈസ്റ്റ് എന്നത് കുടുംബ പേരല്ല, മറിച്ച് ദൈവത്തിൻ്റെ അഭിഷക്തൻ എന്ന അർത്ഥത്തിൽ ബഹുമാനസൂചകമായി ഉപയോഗിക്കുന്ന ഒന്നാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന റോമൻ സാമ്രാജ്യത്തിലെ പ്രദേശമായ യഹൂദിയയിലെ പ്രാദേശിക ഭാഷയായ അരാമിക്കാണ് അവരും സംസാരിച്ചിരുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഗലീലയിലെ നസ്രത്തിലാണ് ക്രിസ്തു ജനിച്ചതും വളർന്നതും. നസ്രത്തിലെ യേശു, നസാറായനായ യേശു എന്നിങ്ങനെയാണ് ബൈബിളിൽ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തു എന്ത് ഭാഷയാണ് സംസാരിച്ചിരുന്നത് എന്നതിൽ സ്ഥിരീകരണമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് അരാമിക് ആയിരിക്കാം മാതൃഭാഷ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജൂതമതം, ക്രിസ്തുമതം എന്നിവയിൽ വിദഗ്ധനായ നെതർലാൻഡിലെ പ്രൊഫസർ ദിനേക് ഹോട്ട്മാൻ വ്യക്തമാക്കുന്നു. ജൂതന്മാർ കൂടുതലും അരാമിക് ഭാഷയാണ് സംസാരിച്ചിരുന്നത് എന്ന് ഗലീലിയയിൽ നിന്നുള്ള ചില പാപ്പറൈസ് രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്നു. സുവിശേഷത്തിൻ്റെ ആദ്യകാല ഗ്രീക്ക് വിവർത്തനങ്ങളിലും ക്രിസ്തു ഈ ഭാഷയിൽ ചില വാക്യങ്ങൾ പറഞ്ഞതായി പരാമർശിക്കുന്നുണ്ട്. ജീസസ് ജീവിച്ചിരുന്ന കാലത്ത് ജെ എന്ന അക്ഷരം നിലവിൽ വന്നിരുന്നില്ല. അദ്ദേഹം മരിച്ചത് 1500 വർഷങ്ങൾക്ക് ശേഷമാണ് ജെ പിറവി കൊണ്ടത്. ജീസസിൻ്റെ യഥാർത്ഥ പേര് യേശു അല്ലെങ്കിൽ യശ്വ ആയിരിക്കാമെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. അക്കാലത്ത് ഗലീലയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 പേരുകളായിരുന്നു ഇവ. അദ്ദേഹത്തിൻ്റെ പേര് അരാമിക് ഭാഷയിൽ യേശുവ ആയിരിക്കാനാണ് സാധ്യത. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയതും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. മറ്റൊരു സാധ്യത യേശു എന്ന ഹ്രസ്വരൂപമാണ്. റബ്ബി സാഹിത്യത്തിൽ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രൊഫസർ ഹോട്ട്മാൻ പറഞ്ഞു. ജൂതനായ യേശുവിൻ്റെ കുടുംബ പേര് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്നായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ മാതൃനാടുമായി ബന്ധമുള്ള പേരായിരിക്കാം അത്. അതിനാൽ തന്നെ പ്രാചീന അരാമിക് ഭാഷയ്ക്ക് അനുസൃതമായ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് യേശു നരസീൻ എന്നായിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ വാദിക്കുന്നത്. പുരാതന കാലത്ത് ഇന്നത്തെ പോലെ കുടുംബ പേരുണ്ടായിരുന്നില്ല. പകരം പിതൃത്വം, ജനനസ്ഥലം, മറ്റ് വ്യക്തിഗത സവിശേഷതകൾ എന്നിവയ്ക്ക് അനുസൃതമായ പേരുകളാണ് വ്യക്തികൾക്ക് നൽകിയിരുന്നത്. ക്രൊയേഷ്യയിലെ സാഗ്രബ് സർവകലാശാലയിലെ ചരിത്രകാരിയായ ഡോക്ടർ മാർക്കോ മറീന പറഞ്ഞു, ബൈബിളിൽ നസറത്തിലെ യേശു അല്ലെങ്കിൽ നസറായന യേശു എന്നാണ് കൂടുതലും പരാമർശിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അനുസരിച്ച് പുരാതന അരാമിക് ഭാഷയിൽ യേശു നരസീൻ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലെ മുഴുവൻ പേര് എന്നും ഡോക്ടർ മറീന കൂട്ടിച്ചേർത്തു. യേശു നരസീൻ ജീസസ് ക്രൈസ്റ്റായി മാറിയത് ലിപ്യന്തരണം മൂലമായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു ലിപിയിൽ നിന്നും മറ്റൊന്നിലേക്ക് വാചകം പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് ലിപ്യന്തരണം. 1-ാം നൂറ്റാണ്ടോടെ തന്നെ യേശോ എന്ന അരാമിക് നാമത്തെ ഈസസ് എന്ന് ലിപ്യന്തരണം ചെയ്യുന്നതിനുള്ള ഒരു മാതൃക പിന്തുടർന്നിരുന്നുവെന്ന് ബർമിംഗ്ഹാം സർവകലാശാലയിലെ ക്രിസ്തുമതത്തിൽ വിദഗ്ധനായ പ്രൊഫസർ കാൻഡിഡ മോസ് വ്യക്തമാക്കുന്നു. പുതിയ നിയമം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ പണ്ഡിതന്മാർ അരാമിക് നാമം ഉൾക്കൊള്ളാൻ ശ്രമിച്ചെങ്കിലും സ്വരസൂചകമായ അപര്യാപ്തകൾ വെല്ലുവിളിയായി മാറി. അതിനാൽ ഒരു ബദൽ തിരഞ്ഞെടുത്തത് യേശുവായെ ലെസസ് എന്ന് ലിപ്യന്തരണം ചെയ്യുകയായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. പുതിയ നിയമം ലാറ്റിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ലെസസ് എന്നത് ലീസസ് എന്ന് ലിപ്യന്തരണം ചെയ്യപ്പെട്ടു. 17-ാം നൂറ്റാണ്ടോടെ ജെ എന്ന ശബ്ദം പ്രാബല്യത്തിൽ വന്നു. അങ്ങനെ ലെസസ് ജീസസായി മാറിയെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു.